നമസ്കാരം, അമൃതാണ്. നിങ്ങൾ ലോക സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എനിക്കൊരു അബദ്ധം പറ്റി. ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഇതിൻ്റെ ഡയറക്ടർ ഇവരുടെയൊക്കെ ക്രെഡിറ്റ്സ് എഴുതി കാണിച്ചതിന് ശേഷം ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സിനിമ കഴിഞ്ഞെന്നുള്ളത്. പക്ഷേ സിനിമ നമുക്കറിയാം ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നാണ് സിനിമയുടെ പേര്. ആ ഒരു ലോജിക്ക് വെച്ച് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു സംഭവം ഈ സിനിമയ്ക്കകത്ത് വരണമല്ലോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നില്ല. ഞാൻ അതുകൊണ്ട് ആ എൻ ക്രെഡിറ്റ്സ് കഴിഞ്ഞപ്പോഴേ പുറത്തിറങ്ങി വന്നു. എന്നിട്ടും അകത്ത് കുറേ പിള്ളേരിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അതായത് എല്ലാ എൻ ക്രെഡിറ്റ്സും എഴുതി കാണിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് അവർ അൺവെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ അത് ഒരു തവണയും കൂടെ കണ്ടപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അപ്പോൾ എന്തായാലും സിനിമ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു പാർട്ടും കൂടെ കഴിഞ്ഞ് എൻ ക്രെഡിറ്റ്സും കഴിഞ്ഞതിന് ശേഷം ഒരു സംഭവം കൂടെ അൺവെയിൽ ചെയ്യുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്റർ വിടാൻ. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇതിൻ്റെ ട്രെയിലർ കട്ട്സ് കണ്ടപ്പോഴേ ഇതൊരു മാരക സംഭവമാണെന്ന് മനസ്സിലായി. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോണ്ടന്റ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ കുറേ ആശങ്കകളുണ്ടായിരുന്നു. സിനിമ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് നമ്മുടെ മലയാളത്തിലുള്ളൊരു ഫോക്ലോറിനെ എടുത്ത് ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഓഫ് മാഡ് മാക്സിൻ്റെ ഒക്കെ ഉള്ളൊരു കളർ ടോണാണ് ഈ സിനിമയ്ക്ക് പിടിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ളൊരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ്, അതിൽ നമ്മുടെ പഴയ ഫോക്ലോറിനെയൊക്കെ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള സ്കില്ലുള്ളവരെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ആ കാര്യത്തിൽ ഇതിൻ്റെ റൈറ്റേഴ്സ്, ഡയറക്ടർ തന്നെയാണ് വൺ അമംഗ് ദ റൈറ്റർ ഡൊമിനിക് അരുൺ ആൻഡ് ശാന്തി ബാലചന്ദ്രൻ. സ്ക്രീൻ പ്ലേ അവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഡൊമിനിക് അരുൺ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്കൊരു വാഗ്ദാനമാണ്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണിത്. ഒരുപക്ഷെ ജോഷി സാറൊക്കെ ആയിരുന്നു കോണ്ടന്റ് എത്ര വീക്കാണെന്നുണ്ടെങ്കിലും ടെക്നോളജി വെച്ചുകൊണ്ട് സിനിമയെ വേറൊരു ലെവലിൽ ട്വീക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ഡയറക്ടറായിട്ട് ഞാൻ കണ്ടിരുന്നത്. എന്നാൽ ഡൊമിനിക് അരുണും ആ ഒരു സ്ഥാനത്തുള്ളതാണ്. പിന്നെ എ.ആർ.എമ്മിൻ്റെ ഡയറക്ടറും ആ ഒരു ജനസാണ്. അപ്പോൾ ഇനി DQവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് DQവിൻ്റെയും അതുപോലെ സണ്ണി വെയിൻ്റെയൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമ ഞാൻ OTTയിലാണ് കണ്ടത്. അന്ന് ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് ഈ രണ്ട് ആക്ടേഴ്സും വളരെ ഫ്ലാറ്റായിട്ടാണ് ആ സിനിമയ്ക്കകത്ത് ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ക്യാരക്ടറിനെ അവർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് DQ ഇവോൾവ് ചെയ്തത് മെയിനായിട്ട് നമുക്കറിയാം മലയാളത്തിൽ നിന്നുള്ള ഒരു അൾട്ടിമേറ്റ് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് കഴിവുകൊണ്ട് DQ ആണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് കോർ ഫാനാണ്. നോട്ട് ആസ് ആൻ ആക്ടർ, ആസ് എ പേഴ്സൺ ഹൂ puts too much effort without any advertisement campaign. DQവിനോട് കോമ്പീറ്റ് ചെയ്യുന്ന മലയാളത്തിലുള്ള ഏതൊരു നടനും ഇങ്ങനൊരു സിനിമ ചെയ്തിരുന്നുവെങ്കിൽ അവരങ്ങ് ഹാൻസ് സിമ്മറോ അല്ലെങ്കിൽ F1 സിനിമയുടെ സിനിമാറ്റോഗ്രാഫറെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെന്നൊക്കെ തള്ളി അങ്ങ് മറിച്ചനെ. അവിടെയാണ് ദുൽഖർ വേറെ ലെവലിൽ നിൽക്കുന്നത്. സൈലൻ്റ് ആയിട്ട് നല്ല പണിയെടുക്കാൻ അറിയാവുന്നവരെ വെച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനോ തള്ളോ ഒന്നും വേണ്ട. മാന്യമായിട്ട് പണിയെടുത്താൽ അതിനുള്ള അംഗീകാരം ജനങ്ങൾ തീർച്ചയായിട്ടും പണിയെടുക്കുന്നവർക്ക് കൊടുക്കും. ഇപ്പോൾ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം ഒത്തിരി പണിയെടുത്ത സിനിമയാണ്. DQ ആയിരുന്നാലും അതിൻ്റെ സംവിധായകനായിരുന്നാലും സംവിധായകൻ എൻ്റെ നാട്ടുകാരനാണ്, ജോഷി സാറിൻ്റെ മകനായിരുന്നു. ആ സിനിമ എനിക്ക് ഒത്തിരി കൺവിൻസിംഗ് ആയിട്ട് തോന്നിയൊരു സിനിമയാണ്. കാരണം ആ എഫേർട്ടിനെസ്, ഈ കൺവിൻസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമ അങ്ങനെ ഭയങ്കര ഗംഭീരമാണോന്നൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ഓരോരോ ടെക്നിക്കൽ ടീം ഇടുന്ന എഫേർട്ടൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. എന്നിട്ട് ആ സിനിമയെ ഈ ഒരു നടനെ വെച്ച് നമ്മുടെ റിവ്യൂവേഴ്സൊക്കെ വന്നിരുന്ന് ട്രോളി നശിപ്പിച്ചത്. അത് കാരണമായിരിക്കും സിനിമ ഒരു ഭയങ്കര ഗംഭീര വിജയമൊന്നും ആയില്ല. ഭയങ്കര ഗംഭീര വിജയമാകേണ്ട സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. എവിടെയൊക്കെയോ ഈ നെഗറ്റീവ് റിവ്യൂസ് ആ സിനിമയെ ബാധിച്ചു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് ഇതുപോലൊരു സിനിമ എടുത്ത് ആ പറഞ്ഞവന്മാരെ കൊണ്ട് തന്നെ തിരിച്ച് പറയിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ DQ ഇങ്ങനെ എന്ന് പറയിപ്പിക്കാനുള്ള ഒരു ആംപിയർ ഉണ്ടല്ലോ, അതാണ് ദുൽഖർ സൽമാൻ. ഹാറ്റ്സ് ഓഫ് ടു യു. ഇതുപോലുള്ളൊരു കോണ്ടന്റിനെ ട്രസ്റ്റ് ചെയ്ത് റവന്യൂ കൊടുത്ത് അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതിന് ഹാറ്റ്സ് ഓഫ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പക്ഷേ തോന്നും, ഇത് പിന്നെ അയാളുടെ സിനിമയല്ലേ, ഇനി സെക്കൻഡ് പാർട്ടിന് ഇനി അയാളല്ലേ വന്ന് ഷൈൻ ചെയ്യാൻ പോണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവിടെയാണ് നമ്മളെ ഇദ്ദേഹം വീണ്ടും ഞെട്ടിച്ച് കളയുന്നത്. ഈ സിനിമയുടെ ഒരു കോർ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും DQ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, ഓഫ് കോഴ്സ് അദ്ദേഹം ഈ സിനിമയ്ക്കകത്തൊരു നല്ലൊരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയും സെക്കൻഡ് പാർട്ടിൻ്റെ കോർ ക്യാരക്ടർ വേറൊരു ആക്ടറാണ്. അപ്പോൾ ഒന്നുകൂടി എടുത്തു പറയുന്നു, സിനിമയ്ക്ക് പ്രൊമോഷൻ എന്ന് പറയുന്ന തള്ളല്ല വേണ്ടുന്നത്. പണിയെടുക്കാൻ അറിയുന്ന ടെക്നീഷ്യൻസും ആ പണിയുടെ റിസൾട്ട് ഇതായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സിനിമയ്ക്കകത്ത് പണം കൊട്ടാനുള്ള തൻ്റെ ഇടമുള്ള പ്രൊഡ്യൂസേഴ്സുമാണ് ശരിക്കും ആവശ്യം. സിനിമയുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രെയിലർ കട്ട്സ് കണ്ടപ്പോഴേ കല്യാണി പ്രിയദർശൻ വേറെ ലെവലാണെന്നുള്ളത് മനസ്സിലായി. പുള്ളിക്കാരത്തിയിലൂടെ ആ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് ക്രെഡിറ്റ്സും ഈ ഡൊമിനിക് അരുൺ എന്ന ഡയറക്ടറിനും പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റും എടുത്തു പറയേണ്ടതുണ്ട്. നമ്മളൊരു ഹോളിവുഡ് ലെവൽ മേക്കപ്പ്, പിന്നെ സിനിമാറ്റോഗ്രാഫിയുടെ ആ ഒരു കളർ ടോൺ,
പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജേക്സ് ബിജോ. ഇയാളിൽ നിന്ന് ഇതുപോലുള്ള ഐറ്റംസ് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം RRR ഒക്കെ ഒരു ഹോളിവുഡ് ലെവൽ രാജമൗലിയുടെ മേക്കിംഗ് ആണ്. ഇതിപ്പോൾ ഞാൻ ആ സിനിമയായിട്ട് കമ്പയർ ചെയ്യല്ല, പക്ഷേ എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ്. ഇതൊരു മലയാള സിനിമ തന്നെയെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ഒരു BGM ചെയ്തു വെച്ചിരിക്കുന്നത്. അതും ആ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ മലയാളം ലൈൻസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോമാഞ്ചമായിരുന്നു അത് ശരിക്കും. സോ ടെക്നിക്കലി വൺ അമംഗ് ദ ബ്രില്യൻ വർക്ക് ഇൻ മലയാളം ഇൻഡസ്ട്രി. പിന്നെ പറഞ്ഞു വന്നത് കല്യാണിയെ പറ്റിയാണ്. പുള്ളിക്കാരത്തി ചെയ്തിരിക്കുന്ന സ്റ്റൺസ്, ഇദ്ദേഹത്തിന് ഇനിയും ഒത്തിരി കാലിബർ ഉണ്ടെന്നുള്ളത്. നമ്മുടെ ജോജുവിൻ്റെ ഒരു സിനിമ, ജോഷി സാറിൻ്റെ സിനിമയുടെ പേരെന്തുവായിരുന്നു? ആൻ്റണി. ആ സിനിമ കണ്ടപ്പോഴേ എനിക്ക് തോന്നി പുള്ളിക്കാരത്തെ കൊണ്ട് അത്യാവശ്യം നല്ല സ്റ്റൺസൊക്കെ ചെയ്യാം. സ്റ്റൺസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു ഫിസിക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നും. എനിവേ സ്ട്രിങ്സും ഇതിനകത്ത് സ്റ്റണ്ട് കോറിയോഗ്രാഫറുടെ ഒരു എഫേർട്ട് തന്നെയാണ് ഒരു അൾട്ടിമേറ്റ് സ്റ്റണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ആ ആക്ടർക്ക് ഉണ്ടാകുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അവിടെയാണ് ആ സ്റ്റണ്ട് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് സിങ്ക് ആവുന്നത്. സോ ആ കാര്യത്തിൽ കല്യാണി തകർത്ത് കളഞ്ഞു. പിന്നെ നസ്ലിൻ കല്യാണി കോംബോ, ഇത് ശരിക്കും ഒരു ഫൺ പ്ലസ് ആക്ഷൻ ഫിക്ഷൻ റൈഡാണ്. അതായത് ഫിക്ഷൻ, എക്സ്ട്രാ ഓർഡിനറി ആക്ഷൻ, ഇതെല്ലാം കണ്ട് ഞെട്ടുന്ന ഒരു നസ്ലിനുണ്ട്. ഇപ്പോൾ സിനിമയുടെ കോണ്ടന്റിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് ഈ സിനിമ ഒരു ഗംഭീര തിയേറ്റർ കിക്കാണ് തന്നത്. നിങ്ങൾ ഈ സിനിമയുടെ ആ ഒരു ഫുൾ സംഭവമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ PVRലൊക്കെ പോയി കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒരു സ്ക്രീൻ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ഐനോക്സിനൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു സ്ക്രീൻ റേഷ്യോ ആണ്. നോർമൽ തിയേറ്റേഴ്സിലൊക്കെ സൈഡ് കട്ടാവുന്നുണ്ട് എന്ന് വെച്ചിട്ട് ആ ഒരു വിഷ്വൽ അപ്പീലൊന്നും കുറയുന്നൊന്നുമില്ല. പിന്നീട് ഒരു കാര്യം മിസ് ചെയ്ത് ഇതിൻ്റെ ഓഡിയോഗ്രഫി ചെയ്തിരിക്കുന്നത്, ഓഡിയോഗ്രഫിയും സൗണ്ട് ഡിസൈനറും, സിനിമാറ്റോഗ്രഫി നിമിഷ് രവി, എഡിറ്റർ ചെമ്പൻ ചാക്കോ, മേക്കപ്പ് റോണക് സേവിയർ, ഡോൺ വിൻസെൻ്റ് ആണ് സൗണ്ട് ഡിസൈനർ, സൗണ്ട് മിക്സർ രാജാകൃഷ്ണൻ. അതായത് അറ്റ്മോക്സ് മിക്സ് ചെയ്തിരിക്കുന്നത് രാജാകൃഷ്ണൻ സാറാണ്. പിന്നെ വിഷ്വൽ എഫക്ട്സ് ഫൈസ് ഇസ്മയിൽ. VFXും ഗംഭീരം. പൊതുവെ CG കുറച്ചൊന്ന് അണ്ടർ റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇത് അങ്ങനെ ഒന്നുമല്ല. കഴിവതും ഇവർ CG ഉണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും സ്റ്റൺസിലൊക്കെ ഇവർ കൊടുത്തിരിക്കുന്ന കുറച്ച് അഡീഷണൽ എഫക്ട്സ് ഉണ്ട്. അത് നമ്മൾ ശരിക്കും ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന ആ ഒരു സംഭവം ഫീൽ ചെയ്യും നമുക്ക്. പിന്നെ സ്റ്റൺസ് യാനിക് ബെൻ, എനിക്ക് തോന്നുന്നു ഫോറിനർ വല്ലതും ആയിരിക്കും അല്ലേ. വേറെ ആളുകളുണ്ട്, റൈമുണ്ടോ ടൊറീദോ. ഇതിന് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് സിനിമയിൽ കൈവച്ചാലും അത് പൊന്നാക്കും. അപ്പോൾ എന്തായാലും സിനിമ വളരെ ഗംഭീരമായിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. MDMA, ഗഞ്ച, ഇതൊക്കെ ഒരു ന്യൂ നോർമലായിട്ടാണ് നിങ്ങൾ ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനോട് എനിക്കൊരു വിയോജിപ്പ് തോന്നി. മേ ബി ഈ സിനിമയായിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ആ ഒരു ജനറേഷൻ അങ്ങനെ കാണിക്കുന്നത്. എങ്കിലും നിങ്ങൾ ഈ മദ്യപാനം മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ആദ്യം എഴുതി കാണിക്കുന്നുണ്ടല്ലോ, അതിനെ കുറച്ചൊന്ന് പരിഗണിക്കണമെന്ന് എനിക്ക് തോന്നി. ഇതിനകത്ത് കാണിക്കുന്ന നസ്ലിൻ, അതുപോലെ നമ്മുടെ സലിം കുമാറിൻ്റെ മകൻ, പുള്ളിക്കാരൻ നന്നായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേരുന്ന ആ ഒരു ഗ്രൂപ്പ്, അതായത് ബാംഗ്ലൂരിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പോലെ ആയിപ്പോയി. അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഒരു ക്യാമ്പയിനിങ് പോലെ ഫീൽ ചെയ്ത്, അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്ന പോലെ ആ ഒരു സംഭവം ഒത്തിരി ഒന്ന് മീറ്റർ കുറച്ച് പിടിക്കാമായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അപ്പാർട്ട് ഫ്രോം ദാറ്റ് ടോപ്പ് നോച്ച് മൂവി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 100% 10 തന്നെ റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.